മരുഭൂവിൽ ലയിച്ചു. പരിശുദ്ധ തിരുത്വാഹ റസൂലോരിൽ പൊഴിച്ചു. സ്വലാവാത്തിൻ സ്വരാഗീതി വിണ്ണിൽ പാതിച്ചു. നിത്യം പ്രണയത്തിൻ മധുഗീതി സ്നേഹി പൊഴിച്ചു. പ്രവാചകർ കൊളുത്തിയ വിളക്കുകൾ ജ്വലിച്ചു. പരിഹാരം പരിപൂർണ ദീനിലാണെന്നുറച്ചു. പ്രവാചകർ കൊളുത്തിയ വിളക്കുകൾ ജ്വലിച്ചു. പരിഹാരം പരിപൂർണ ദീനിലാണെന്നുറച്ചു. പകരത്തിനൊരാളില്ല റസൂലോടെന്നറിയിച്ചു. പകരത്തിനൊരാളില്ല റസൂലോടെന്നറിയിച്ചു. പരനാരുൾ വഴി കാട്ടി ഈമാനിലുറച്ചു. പരനാരുൾ വഴി കാട്ടി ഈമാനിലുറച്ചു. പ്രവാചക പ്രഭുവോരെ പുകൾ പാടി നിറച്ചു. പവിത്രമാം മദീനത്തെ മരുഭൂവിൽ ലയിച്ചു. പരിശുദ്ധ തിരുത്വാഹ റസൂലോരിൽ പൊഴിച്ചു. സ്വലാവാത്തിൻ സ്വരാഗീതി വിണ്ണിൽ പാതിച്ചു. നിത്യം പ്രണയത്തിൻ മധുഗീതി സ്നേഹി പൊഴിച്ചു. ഹിറക്കാകം ജിബ്രീലും ഇഖ്റാ എന്നുരത്തു. ഇലാഹിന്റെ വചനങ്ങൾ പൊരുളായി ഭവിത്തു. ഹിറക്കാകം ജിബ്രീലും ഇഖ്റാ എന്നുരത്തു. ഇലാഹിന്റെ വചനങ്ങൾ പൊരുളായി ഭവിത്തു. ഹിക്മത്തിൽ ഇസ്ലാമും ഉലകാകെ തളിർത്തു. ഹിക്മത്തിൽ ഇസ്ലാമും ഉലകാകെ തളിർത്തു. ഇഹപാര വിജയത്തിൻ കൊടി നീളം പിടിത്തു. ഇഹപാര വിജയത്തിൻ കൊടി നീളം പിടിത്തു. പ്രവാചക പ്രഭുവോരെ പുകൾ പാടി നിറച്ചു. പവിത്രമാം മദീനത്തെ മരുഭൂവിൽ ലയിച്ചു. പരിശുദ്ധ തിരുത്വാഹ റസൂലോരിൽ പൊഴിച്ചു. സ്വലാവാത്തിൻ സ്വരാഗീതി വിണ്ണിൽ പാതിച്ചു. നിത്യം പ്രണയത്തിൻ قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب من شر النفاثات في العقد ومن شر حاسد اذا حسد. بسم الله الرحمن الرحيم. قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. പുണ്യപ്രവാചകന്റെ പ്രകീർത്തനങ്ങൾ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മഹലിൽ
11 ദിവസങ്ങളിൽ ദിനരാത്രങ്ങളിലായി പുനഃപ്രവാചകന്റെ പേരിലുള്ള മൗലിദ് പ്രചാരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഇന്നിവിടെ പരിസമാപ്തി കൊടുക്കുകയാണ്. ഇന്ന് രാവിലെ 8 മണിക്ക് ബഹുമാനപ്പെട്ട ഉസ്താദ് പതാക ഉയർത്തൽ കർമ്മത്തോടു കൂടിയാണ് നമ്മുടെ നബിദിനാഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. സാന്ദ്രയമായി ഈ പരിപാടിയിലേക്ക് എല്ലാവിധ സഹായ സഹകരണങ്ങൾ ചെയ്ത ആളുകൾക്ക് കമ്മിറ്റിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്താൻ ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. ആദ്യമായി മദ്രസ വിദ്യാർത്ഥികളെ അവരുടെ കലാപരിപാടികൾ പഠിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട ഉസ്താദുമാർക്ക് ഈ കമ്മിറ്റിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ വീട് വീടാന്തരം കയറി പരിപാടിക്ക് ആവശ്യമായിട്ടുള്ള ധനസമാഹരണം നടത്തിയ കമ്മിറ്റി ഭാരവാഹികൾക്കും ഈ അവസരത്തിൽ കമ്മിറ്റിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ സ്റ്റേജ് നിർമ്മാണത്തിന് ആവശ്യമായിട്ട് അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ പരിപാടിയുടെ ഉദ്ഘാടനം ഉസ്താദ് മുഹമ്മദ് അലി ഉസ്താദ് അവர்களാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആശംസ അറിയിക്കുന്ന അതുപോലെ തന്നെ ഈ പരിപാടി ശ്രമിക്കാൻ എത്തിച്ചേർന്ന എല്ലാ രക്ഷിതാക്കളും കാരണവന്മാരെ, സഹോദരന്മാരെ, അമ്മമാരെ, സഹോദരിമാരെ, വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇവിടെ ഒരുമിച്ച് കൂടിയതിൻ്റെ ലക്ഷ്യം കൃത്യമായി ഹാരിസ് മാഷ് നിങ്ങൾക്ക് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നിൽ അദ്ഭുതമായിട്ടുള്ള കർത്തവ്യം ഈ മഹത്തായ അധ്യക്ഷത വഹിക്കുക എന്നതാണ്. ഒരു യോഗത്തിന്റെ അധ്യക്ഷത വഹിക്കുക എന്ന് പറയുന്നത് അത് പിരിഞ്ഞു പോകുന്നത് വരെ അതിൻ്റെ കൃത്യമായ ദൗത്യം ഏറ്റെടുക്കുക എന്നതാണ് കുറച്ച് പ്രയാസകരമായ ഒരു വിഷയം തന്നെയാണ്. അള്ളാഹുവിനോട് ആദ്യമായി സഹായം അഭ്യർത്ഥിക്കുന്നതോടൊപ്പം നിങ്ങളോട് ആവശ്യപ്പെടുന്നത് പരിപാടിയുടെ അവസാനം വരെ അച്ചടക്കത്തിലായി ഒതുക്കത്തിലായി ദീനീയായ ഒരു വേദിയാണെന്ന തികഞ്ഞ ബോധത്തോടുകൂടി ഇരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുക. ഒരുപാട് വേദികൾ നമ്മൾ കാണാറുണ്ട്. നമ്മളൊക്കെ ജീവിക്കുന്നതും അത്തരം വേദികളിൽ ഏതെങ്കിലും തരത്തിൽ ഇടപെട്ടുകൊണ്ടാണ്. ക്ലബിന്റെ വേദികൾ ഉണ്ടാവാറുണ്ട്, സ്കൂളിൽ വെച്ച് ഉണ്ടാവാറുണ്ട്, പാരന്റ്സ് മീറ്റിംഗ് ഉണ്ടാവാറുണ്ട്. പക്ഷെ അതിനൊക്കെ വ്യത്യസ്തമാണ് ദീനീ സ്ഥാപനങ്ങൾ നടത്താൻ ആ ഒരു സഹകരണം ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് ഞാൻ കൃത്യമായിട്ട് ഓർമ്മപ്പെടുത്തുക. മറ്റൊരു കാര്യം പറയുന്നത്, ഇന്നിവിടെ വന്നിരിക്കുന്ന നിങ്ങൾ എല്ലാവരും എന്തുകൊണ്ടും അനുഗ്രഹീതരാണ്. ആരുടെ പേരിലാണ് ഇങ്ങനെ ഒരു വേദി നമ്മൾ സംഘടിപ്പിച്ചെടുക്കുന്നത്? അത് സംബന്ധിച്ചൊരു തികഞ്ഞ ബോധം നമുക്കുണ്ടാവണം. ഇവിടെ ഇരിക്കുന്ന ഓരോ നിമിഷവും നമ്മൾ കേൾക്കുന്നതും അറിയുന്നതും ലോകഗുരു സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള ചരിത്രങ്ങളും അവിടുത്തെ ജീവിത രൂപരേഖകളും കേൾക്കാനും അറിയാനും വേണ്ടിയാണ്.
ഈ ലോകത്തെ ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത്, ഏറ്റവും കൂടുതൽ അറിയേണ്ടത്, മനസ്സിലാക്കേണ്ടത് ആരാണ് ചോദ്യത്തിന് ഒറ്റ വാക്കിൽ ഖുർആനികമായി തന്നെ നമുക്ക് തെളിയിക്കാൻ പറ്റുന്ന കാര്യം അല്ലാഹു അവന്റെ റസൂലുമാണ്. അല്ലാഹുവിനെ സ്നേഹിക്കുന്നതോടൊപ്പം അവന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സ്നേഹിക്കണം. ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതല്ല മറ്റൊരു രൂപത്തിലാണ് നിങ്ങളുടെ സ്നേഹമെങ്കിൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ പോകുന്ന ഒരു ശിക്ഷയെ കുറിച്ച് അല്ലാഹു ഖുർആനിൽ താക്കീത് ചെയ്യുന്നു. ഖുൽ ഇൻ കാന ആബാഉക്കും വഅബ്നാഉക്കും വഇഖ്വാനുക്കും വഅസ്വാജുക്കും വഅശീറത്തുക്കും വഅംവാലുൻ ഇഖ്തറഫ്തുമുഹാ വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ വമസാകിൻ തർളൗനഹാ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി. നിങ്ങൾ സമ്പാദിച്ച സമ്പത്തുകൾ, നിങ്ങൾ മാന്ദ്യം ഭയപ്പെടുമെന്ന് ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന കച്ചവട സാധനങ്ങൾ, നിങ്ങൾ എപ്പോഴും ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വീടുകൾ, ഇവകളാണ് അല്ലാഹുവിനെയും അവന്റെ റസൂലിനെക്കാളും നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ നിങ്ങൾ അല്ലാഹുവിന്റെ കൽപ്പന എങ്ങനെ ഏത് രീതിയിലാണ് വരികയെന്നറിയില്ല, അതിൽ നിങ്ങൾ പ്രതീക്ഷിക്കണമെന്ന് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞു. അല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് സൂറത്ത് തൗബയിലെ 24ാമത്തെ ആയത്ത് അല്ലാഹു അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ആ ശിക്ഷ എന്തുമാവാം അത് അല്ലാഹു തആല പറയുന്നു. ഏറ്റവും കൂടുതൽ പ്രിയം വെക്കേണ്ടതും സ്നേഹിക്കേണ്ടതും അല്ലാഹുവിനെ അവന്റെ റസൂലിനെയുമാണ്. അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കാനാണ് ലോകത്തിൽ ഇന്ന് ഇത്തരത്തിലുള്ള വേദികൾ ഉണ്ടാക്കി തീർക്കുന്നത്. കേവലം ഇതില്ല എന്ന് പറയുന്ന ഇതൊന്നും വേണ്ട, അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ എന്താണ് സ്നേഹം? സ്നേഹത്തിന്റെ വിലയാണ് ഇതിനെ പരിഹസിക്കുന്ന കളിയാക്കുന്ന ചിലരെങ്കിലും നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് അവരോട് ഒന്നും പറയാനില്ല. അവർ ചിന്തിക്കട്ടെ, അവർക്ക് മാന്യമായി ചിന്തിക്കാനുള്ള അവസരം ഉണ്ടല്ലോ. നമുക്ക് പറയാനുള്ളത് നമ്മുടെ ഈമാൻ അല്ലാഹുവിൽ മാത്രമല്ല അവന്റെ തിരുദൂതരിലുള്ള അവരുടെ തിരുദൂതർ പഠിപ്പിച്ചതിലും ഈമാൻ കാര്യങ്ങളിൽ ഇസ്ലാം കാര്യങ്ങളിൽ ഉണ്ട്. അത് കൃത്യമായിട്ട് കൈവരിച്ചിലാവുക എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി ബോധ്യപ്പെടുത്തി. അതുകൊണ്ട് ഇതൊരു പ്രസംഗത്തിന്റെ വേദിയല്ല എന്ന ഉത്തമ ബോധത്തോടുകൂടി ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. എനിക്ക് പറയാനുള്ളത് അധ്യക്ഷ സ്ഥാനമാണ്. ഇതിന്റെ അവസാനം വരെ നിങ്ങൾ സഹകരിക്കണം. ഡിസിപ്ലിൻ അഥവാ അച്ചടക്കം അത് ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് എന്ന് ഞാൻ ആദ്യം ബോധ്യപ്പെടുത്തുകയാണ്. ഇവിടെ ഒരുപാട് കുട്ടികളൊക്കെ കലാപരിപാടികൾ അവതരിപ്പിക്കുന്നവരാണ്. നമ്മൾ അവരെ നിസ്സാരമായി കാണരുത്. വളരെ കുറച്ച് സമയം കൊണ്ട് അവരുടെ പഠനത്തിന്റെ സ്കൂൾ പരീക്ഷയ്ക്ക് ആയിട്ടും അവരുടെ പഠനത്തിന്റെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം കുട്ടികളെ കലാപരിപാടികൾ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് നിങ്ങളെ കൂട്ടത്തിൽ പൂർവ്വ വിദ്യാർത്ഥികളുണ്ടാവാം. അതോടൊപ്പം ആർക്കെങ്കിലും സ്റ്റേജിൽ വന്നിട്ട് എന്തെങ്കിലും അവതരിപ്പിക്കണം താല്പര്യം ഉണ്ടാവാം. അതൊക്കെ നിങ്ങൾക്കാവാം. അതൊക്കെ നിങ്ങളുടെ സ്റ്റേജാണ്. നല്ല കാര്യമാണ്. നല്ലൊരു പേര് ഉപേക്ഷിച്ചുകൊണ്ട് അങ്ങനത്തെ ഒരു പരിപാടി ചെയ്യുന്നത് എനിക്ക് സ്വാഗതാർഹം. അതുകൊണ്ട് അത് കുട്ടികളുടെ പരിപാടി കഴിഞ്ഞതിന് ശേഷം നമ്മൾ അനുവദിക്കുന്നു എന്ന് അതിന്റെ ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ കൂടുതലായിട്ട് പറയുന്നില്ല. ഇൻഷാ അല്ലാഹ് നമ്മുടെ പരിപാടികൾ ആരംഭിക്കാൻ പോവുകയാണ്. സുബ്ഹാനഹു വ തആല ഇത് അവസാനിക്കുന്നത് വളരെ നല്ല രൂപത്തിൽ ഭംഗിയായി നിർവഹിക്കാൻ ഭാഗ്യം നൽകുമാറാവട്ടെ. ഒരുപാട് ആളുകൾക്ക് ദുആ ചെയ്യാനുണ്ട്. നമ്മളോട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. പല ഉദ്ദേശങ്ങൾ സഫലമാവാൻ വേണ്ടി ദുആ ചെയ്യാനുണ്ട്. സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും ഖുർആനായ വാദികൾ മനസ്സിലാക്കി കൊടുക്കുമാറാവട്ടെ. അതോടൊപ്പം ഈ കഴിഞ്ഞ നബിദിന പരിപാടിയുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമുകളൊക്കെ നിശ്ചയിക്കുമ്പോൾ തന്നെ അതിനുവേണ്ടി മനസ്സാകാത്ത കർമ്മണ എല്ലാ രൂപത്തിലും സഹായങ്ങൾ നൽകിയ എല്ലാ സഹോദര സഹോദരന്മാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. നമ്മുടെ കുട്ടികൾക്കും കൂട്ടുകുടുംബങ്ങൾക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈർ ബറക്കത്ത് നൽകുമാറാവട്ടെ. എല്ലാവിധ സഹകരണങ്ങൾ നടത്തിയവർക്കും അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളോട് സംഹരിക്കുന്നു. അടുത്തതായിട്ട് യോഗത്തിൽ ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഉസ്താദ് മുഹമ്മദ് ജാലിയാണ്. ക്ഷണിച്ചു കൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറ്റവും ബഹുമാനപ്പെട്ട ഉസ്താദ്
മറ്റു കാരണന്മാരെ രക്ഷിതാക്കളെ ഉമ്മമാരെ മമ്മിമാരെ സഹോദര സഹോദരിമാർ എന്നിൽ അധികമായ വിഷയം മഹത്തായ യോഗം ഉദ്ഘാടനം ചെയ്യുക എന്നതാണ്. ഞാൻ നിയോഗിച്ചത് അത്രക്കുള്ളവർക്ക് തങ്ങൾ ഈ ലോകത്തിൽ ചെയ്യുമ്പോഴുണ്ടായിരുന്ന അവസ്ഥ ആ ഒരു അവസ്ഥയിലേക്ക് കാര്യം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല പറയുന്നു ഇൻ കുൻതും തുഹിബ്ബൂന അല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂറുർ റഹീം എന്ന് അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു. നാം ഇന്നോടെ ഒരുമിച്ച് കൂടിയത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ രക്ഷിക്കാൻ. അല്ലാഹു പറയുന്നു ഇൻ കുൻതും തുഹിബ്ബൂന അല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നോട് പിൻപറ്റുക എന്ന നബിയെ തങ്ങൾ പറയണമെന്ന് നബിയോട് അല്ലാഹു പറയുന്നു. എങ്കിൽ അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടും. തന്നെയുമല്ല നിങ്ങളുടെ ദോഷങ്ങളെ ഞാൻ നിങ്ങൾക്ക് പൊറുത്തരുകയും ചെയ്യുമെന്ന് നബിയെ തങ്ങൾ അവരോട് പറയണമെന്ന് നബിയോട് കൽപ്പിക്കുകയാണ്. ഇതൊന്നും തന്നെ നമുക്ക് മനസ്സിലാകാം. നാം ഇന്നിവിടെ രാവിലെ മുതൽ അല്ലെങ്കിൽ ഒന്നു മുതൽ നബിയുടെ മൗലിദ് പാരായണം അതുപോലെ അതുമായ കാര്യങ്ങൾ മുഴുകിക്കൊണ്ടിരിക്കുകയും ഇത് മുഴുവനും നബിയോടുള്ള കൊണ്ടാണ്. അതൊക്കെ തീർച്ചയായും അല്ലാഹു സല്ലല്ലാഹു തന്നെ ചെയ്യും എന്ന് ഈ ആയത്ത് തന്നെ നമ്മെ ബോധിപ്പിക്കുന്നു. ഇത് പറയുമ്പോൾ നബിയോട് പിൻപറ്റുക എന്നാണ് മനസ്സാ വാചാ കർമ്മ. ഞാൻ നബിയോട് ഇത്തിബാ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അഥവാ വാക്കിലും പ്രവൃത്തിയിലും എല്ലാ കാര്യങ്ങളിലും നാം നബിയോട് ഇത്തിബാ തന്നെയുമല്ല മറ്റേ മനുഷ്യൻ പറഞ്ഞല്ലോ എന്ന് ഈ ആയത്തുകളെ കൂട്ടി വായിക്കുമ്പോൾ തന്റെ മാതാവിനെക്കാണെയും പിതാവിനെക്കാണെയും തന്റെ സന്താനങ്ങളെക്കാണെയും ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളെക്കാണെയും ഞാൻ ഞങ്ങളിലേക്ക് ഇഷ്ടപ്പെടാനാവുന്നവരെ നിങ്ങളൊരാളും പരിപൂർണമായി മുതലാവുകയില്ല എന്ന് ആരംഭത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ നാം ചിന്തിക്കുക. നാം ഏതെല്ലാം കാര്യങ്ങളിലൂടെ എത്തിവാറുണ്ട് അല്ലാഹു നമുക്ക് തൗഫീഖ്. ഇത് പറയുമ്പോൾ ഒരു സംഭവമാണ് ഓർമ്മ വരുന്നത്. ബഹുമാനപ്പെട്ട അബീ ത്വാലിബ് റളിയല്ലാഹു പറയുകയുണ്ടായി, സാബത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫറഅയ്തു മിൻഹു സലാസത്തിയ ഫത്തഖറ ഇസ്ലാം ഫീ ഖൽബി ബിസബബിഹാ. അഥവാ ഞാൻ നബിയോട് കൂടെ ഒരു യാത്ര ചെയ്തു. ആ യാത്രയിൽ എനിക്ക് ഇതിൽ നിന്ന് 3 കാര്യങ്ങൾ കാണാനിടയായി. അത് കാരണത്താൽ എന്റെ മനസ്സിൽ ഇസ്ലാം സ്ഥിരപ്പെട്ടു. അതോടുകൂടെ എന്റെ ഇസ്ലാം എന്ന് ബഹുമാനപ്പെട്ട അദ്ദേഹം പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യം ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആവശ്യം കൂട്ടാറുണ്ടായ സമയം ഈ മഹത്തായ നമ്മുടെ ഇസ്സത്തുൽ ഇസ്ലാം മദ്രസയുടെ നബിദിനാഘോഷ വേളയിലാണ് നാം ഇന്നുള്ളത്. നമുക്കറിയാം, ഇന്ന് രാവിലെ 4 മണി മുതൽ തുടങ്ങിയ പ്രഭാത അവധിയിന് ശേഷം രാത്രി വരെ നടക്കുന്ന വിവിധ പരിപാടികളോട് അവസാനിക്കുന്ന ഒരു ദിനമാണ് നമ്മുടെ നബിദിനം. ഇസ്സത്തുൽ ഇസ്ലാം മദ്രസയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം
നമുക്ക് ഒരുപാട് വിഷയങ്ങൾ പ്രയാസങ്ങളുണ്ട്. സാമ്പത്തികമായിട്ട്, സാമൂഹികമായിട്ട്, വിദ്യാഭ്യാസപരമായിട്ടൊക്കെ ഒരുപാട് പ്രയാസമുള്ള ഒരു മഹല്ലാണ് നമ്മുടെ. എന്നിരുന്നാൽ പോലും നമ്മുടെ മദ്രസയിൽ പഠനേതര രംഗത്ത് കാലാകാലങ്ങളായിട്ട് റിസൾട്ട് വരുമ്പോൾ ഏറ്റവും മികച്ച മദ്രസകളിൽ ഒന്നായിട്ട് അവിടെ മദ്രസ തീരാറില്ല. അതിന് കാരണം നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദുമാരാണ്. അവർ ആത്മാർത്ഥമായിട്ട് വേദന കുറവായിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് തങ്ങളുടെ ജോലി കൃത്യമായി നിർവഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് നല്ല സപ്പോർട്ട് കൊടുക്കുന്ന രക്ഷിതാക്കൾ, നന്നായിട്ട് വായിക്കുന്ന വിദ്യാർത്ഥി അവരിലൂടെ നല്ലൊരു വിജയം എല്ലാ കാലത്തും ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. ഈ ഒരു സന്ദർഭത്തിൽ പ്രവാചകന്റെ ഓർമ്മകൾ അയവറിക്കുന്ന ഈ രംഗത്ത് ഉസ്താദ് പറഞ്ഞതുപോലെ മദ്യവും മറ്റു വിഷയവും തിന്മകളുടെ മാതാവാണ് മദ്യം എന്ന് പഠിപ്പിച്ച പ്രവാചകന്റെ അനുയായികളായ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു അവസ്ഥ മദ്യം മാത്രമല്ല, ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മദ്യം ഉപയോഗിക്കുന്ന ജില്ലയായിട്ട് നമ്മുടെ ജില്ല മാറിയിട്ടുണ്ട്. മദ്യം മാത്രമല്ല, MDMA പോലെയുള്ള ലഹരി ഇന്ന് കുട്ടികൾക്കിടയിൽ പോലും സുലഭമായി കൊണ്ടിരിക്കുന്ന വളരെ തലതിരിഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം പോകുന്നത് എന്നുള്ള ഒരു ഓർമ്മ കൂടി ഉണ്ടാവേണ്ടതാണ്. ഒരു 2 മാസം മുന്നേ ഉണ്ടായ വളരെ ദയനീയമായ ഒരു കഥ. ഒരു പെൺകുട്ടി 10ാം ക്ലാസ് വരെ വളരെ നല്ല രീതിയിൽ മദ്രസയിൽ പഠിച്ച് നല്ല മാർക്ക് വാങ്ങിയ കുട്ടി 10ാം ക്ലാസ്സിൽ അതേപോലെ തന്നെ +2 ഉന്നതമായ മാർക്ക് വാങ്ങി ബാംഗ്ലൂരിൽ പഠിക്കാൻ പോയ കുട്ടി അവിടെ 2 മാസം കൊണ്ട് ഈ പെൺകുട്ടി അവിടെയുള്ള മയക്കുമരുന്ന് അടിമയായിരിക്കുകയാണ്. MDMA എന്ന ഏറ്റവും കൂടുതൽ തീവ്രതയുള്ള, പഞ്ചാബിനേക്കാളൊക്കെ ഒരുപാട് തീവ്രതയുള്ള ഒന്നാണ് MDMA. ഈ മയക്കുമരുന്നിന്റെ ലഹരിക്ക് അടിമപ്പെടുകയും 2 മാസം കൊണ്ട് അടിമപ്പെട്ട് അങ്ങനെ അവസാനം അതിന്റെ കാരിയറായി മാറുകയാണ്. ലഹരി വാങ്ങിക്കാൻ പൈസ കിട്ടാതെ അത് കൊണ്ടുപോയി കൊടുക്കുന്ന ജോലിയിലേക്ക് ഈ കുട്ടി മാറി. ഈ കുട്ടിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അവരുടെ കുടുംബത്തിലെ അവരുടെ ഉമ്മ 5 ലക്ഷം രൂപ ചെലവഴിച്ചു. 5 ലക്ഷം രൂപ ചെലവഴിച്ചിട്ട് ഈ കുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിച്ചു. എന്നിട്ട് പോലും ആ കുട്ടിയെ മയക്കുമരുന്നിൽ നിന്ന് രക്ഷപ്പെടാതെ വീണ്ടും ബാംഗ്ലൂരിലേക്ക് പോവാണ്. അങ്ങനെ ചുരുക്കി പറയാണ്, അങ്ങനെ അവരുടെ വിവരങ്ങൾ പോലീസിനെ പറയും. അപ്പൊ അവസാനം അമ്മ പറയാണ്, എനിക്ക് ഈ കുട്ടിയുടെ താഴെ 2 പെൺകുട്ടികൾ കൂടെ ഉണ്ട്, അതുകൊണ്ട് ഇനി മുതൽ അവളുടെ കാര്യം എനിക്ക് അറിയേണ്ട, അവൾ അഥവാ മരിക്കുകയാണെങ്കിൽ ആ വിവരം മാത്രം എന്നെ അറിയിച്ചാൽ മതി. അപ്പൊ അത്രത്തോളം തീവ്രമായ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കടന്നു പോകുന്നുണ്ട് എന്നുള്ള കാര്യം നാം ഓരോരുത്തരും ഓർക്കേണ്ടതുണ്ട്. എന്റെ കുട്ടിയായാലും നിങ്ങളുടെ കുട്ടിയായാലും നമ്മുടെ കുട്ടി എന്നതിനപ്പുറം അവരുടെ ഓരോ ചലനങ്ങളും തിരിച്ചറിയാൻ നമുക്ക് സാധിക്കാത്തിടത്തോളം കാലം അത് നമ്മെ ബാധിക്കും. അത് വലിയ വില നൽകേണ്ടി വരും എന്നുകൂടെ ഈ ഒരു അവസരത്തിൽ ഓർക്കുകയാണ്. കാരണം പ്രവാചകന്റെ ചര്യകളും പ്രവാചകന്റെ ജീവിത അധ്യാപനങ്ങളും ഒക്കെ ഓർക്കുന്ന ഒരു രംഗത്ത് നാം നഷ്ടപ്പെടുന്നു പോകുന്ന പലതും നമുക്കുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് കൂടെ നമുക്കുണ്ടാവണം. ഏതായാലും അധികം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ പരിപാടിയിലേക്ക് നമ്മുടെ ഈ ഇസ്ലാം മദ്രസ എന്നതിനെ നല്ല റിസൾട്ട് ഉത്പാദിപ്പിക്കുന്ന ഈ മദ്രസയിലെ ഈ നബിദിന പരിപാടിയിലേക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. അസ്സലാമു അലൈക്കും. പണ്ട് പണ്ടൊരു കാലത്തെ
മുത്തുതാരങ്ങളൊന്നു പാരിലാകെ ശോഭയുമാൻ ലോകമാകെ പമ്പയായി അൽ അമീനോരേ അൽ അമീനോരേ തിങ്കളിൽ ഊതീത്തനൂറ് മന്നവന്റെ പൊന്നിലാവ് തെക്കിൻ പാത കാട്ടിയെന്ന് മുത്തുറസൂലേ പുണ്യറസൂലേ. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, സഹപാഠികളെ, അസ്സലാമു അലൈക്കും. നാം എല്ലാവരും യഥാർത്ഥ മുസ്ലിമാകണം. ആരാണ് യഥാർത്ഥ മുസ്ലിം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തന്റെ നാവ് കൊണ്ടോ കൈ കൊണ്ടോ ശല്യം ചെയ്തവനാണ് അവൻ. കൂട്ടുകാരെ, അപ്പോൾ ഇനി മുതൽ നമുക്ക് യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാം. ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. പോലെ വന്നാതല്ലേ ഒരുവൻ ഏതൂതർ പിറന്നാതല്ലേ മക്കത്തെ മുഖ്യ ഖുറൈശി വീട്ടിൽ മഅ്മൂദ് ത്വഹ ജനിച്ചതല്ലേ. യാ നബി സലാം, യാ റസൂൽ സലാം, ഹാത്തിമുൻ നബി അവരിലായിരം സലാം. ഒരു തെളിയ മണിവിളക്ക് മഹിമായ മല്യക്കനിയ ത്വഹ നബിയെ, മലതാര നബിയെ, താരപ്രഭയെ, തരപൂവിൻ നായകേ, താരപ്രഭയെ, തരപൂവിൻ നായകേ. ഒരു ചന്ദ്രപ്പൂ പോലെ വന്നാതല്ലേ ഒരുവന്റെ ദൂതർ പിറന്നാതല്ലേ മക്കത്തെ മുഖ്യ ഖുറൈശി വീട്ടിൽ മഅ്മൂദ് ത്വഹ ജനിച്ചതല്ലേ. യാ നബി സലാം, യാ റസൂൽ സലാം, ഹാത്തിമുൻ നബി അവരിലായിരം സലാം. സുഹൃതം താരം ഗുരു ശരഫുടെ നിധി മതി സന്തോഷ പന്ത്രി ചന്ദം മന്ത്രി സുന്ദരി ചന്ദ്രി ചോജി സൂര പൊരുൾക്ക സൂര അഹമദ ഗുണന സുഗന്ധവർ നിഗന്ധ പുഗന്ധ ഗണി പിറന്ന നബിക്കുംബം ഫാത്തിമത്ത സഹറ മറ്റമില ക്ഷണം വച്ചൊരു സന്തോഷ പുന്ത്രി ജന്മ മന്ദിര സുന്ദരി ചന്ദ്രി ചോദ്യ സൂര പൊരുൾക്ക സൂര മഹിമക്കരളിന്റെ കശനിൽ മന്ദാരനോട് മഹിമത്തര മതഊലങ്കു വിളിപ്പെടെ തരമ്പോൾ മതവിധി തരം തേങ്ങടി മുടി തിരുഗുരു അവരാൽ പുകൾ മഹിള മുഖസ്തുതില നലത്തും നടപ്പത്തി എതിർത്തു മതിമുകി എടുത്തു വിഗതമേ കടത്തിടലാൽ പടച്ചട്ട കൊടുത്തിട്ട് പടച്ചട്ട കൊടുത്തിട്ട് പുതുമരച്ചമിട്ട് പുറത്തു കൂടിടലാലി പൂവിക്കിനങ്ങുവതാ സന്തോഷ പന്ത്രി ജന്മ മന്ദിര സുന്ദരി ചന്ദ്രി ചോദി സൂര പൊരുൾക്ക സൂര സനത്തിൻ വിളക്കായി ഒളിവയ്ക്ക്
സുഗന്ധം തരുമ്പോഴും സന്തോഷ പന്ത്രയെന്നും മുന്തിര സുന്ദരി ചന്ദ്രി ഓരോ കസൂറ അഹമ്മദ് സുഗന്ധവായു നിഗന്ധ പുഗന്ധ കനി പിറന്ന നബിക്കുമ്പം ഫാത്തിമ സുഹറ മെച്ചമിലേക്കണം ബച്ചൊരു റോജ മിക തിക തിക സഖിയയും തരുൾ തരുൾ ബുശ്റ നബി തൻ ഒരു മകൾ സുഹറ സുഹറ ബത്തോർ ജാതിയ റാലിയ ശജറുകൾ തരമാസരം സുഗന്ധം തരുങ്ങളും ശരഫുടൈ നിധി മധു സന്തോഷ പന്ത്രജന്നം മന്ത്ര സുന്ദരി ചന്ദ്രി ശോഭ്യ സുര പൊരുൾ കസുറ. അസ്സലാമു അലൈക്കും. മെഹബൂബ് നബിയെ സലാം അലൈക സലാം അലൈക മനസ്സതൊക്ക വന്നൊരു കനിവിന്റെ പെരുകുരു മെഹബൂബ് നബിയെ സലാം അലൈക സലാം അലൈക റൂഹി ഫിദാക യാ റസൂലല്ലാഹ് റൂഹി ഫിദാക യാ നസീബല്ലാഹ് റൂഹി ഫിദാക യാ റസൂലല്ലാഹ് റൂഹി ഫിദാക യാ റസൂലല്ലാഹ് മദീനത്ത് മയങ്ങുന്ന മറതകമായി വിളങ്ങുന്ന മെഹബൂബ് നബിയെ സലാം അലൈക സലാം അലൈക. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. പാറി നടക്കും പ്രാവുകളെ പുണ്യമദീനയിൽ ചെന്നിടുമോ അവിടം ചെന്ന് മുത്ത് ഹബീബിനോട് എന്റെ സലാം പറഞ്ഞിടുമോ എനിക്കിഷ്ടം മുഴങ്ങിടുമോ മുത്ത് പിറന്നൊരു മക്കാമാരെ ചുറ്റി നടന്നത് കണ്ടിടണം കഅബ ശരീഫിൽ ഇല്ല പിടിച്ച് ചുറ്റി തവഫത് ചെയ്തിടണം ഹസറൽ അസ്ഫർ മുത്തിടണം സംസം മുത്തിരി നഗർന്നിടണം ഹാജറ ബീവി ലോടി നടക്കും സഫയും മറുവയും കണ്ടിടണം പാറി നടക്കും പ്രാമുഖ്യനെ പുണ്യമദീനയിൽ ചെന്നിടുമോ അവിടം ചെന്ന് മുത്ത് ഹബീബിനോട് എന്റെ സലാം പറഞ്ഞിടുമോ എനിക്കിഷ്ടം വന്ന് മുഴങ്ങിടുമോ. അസ്സലാമു അലൈക്കും. മുജ്തബ നബിയേ 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 മുജ്തബ നബിയേ നബിയേ ഇടനെഞ്ചിൽ ചേർത്തു പാടാം ഇതിഹാസത്തെ വിളരാം ഇടനെഞ്ചിൽ ചേർത്തു പാടാം ഇതിഹാസത്തെ വിളരാം നബിയേ നബിയേ മുജ്തബ നബിയേ 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 മുജ്തബ നബിയേ നബിയേ ഇരുഗുരുദാരകമുയറിഞ്ഞോളി തികവുള്ളരാധര വൈകമിച്ചോളി ഇരുഗുരുദാരകമുയറിഞ്ഞോളി തികവുള്ളരാധര വൈകമിച്ചോളി ആമരച്ചോട്ടിൽ തണലേ തണലേ ആമലർത്തോപ്പിൽ അഴകേ അഴകേ ആമരച്ചോട്ടിൽ തണലേ തണലേ ആമലർത്തോപ്പിൽ അഴകേ 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 മദീനത്തുൽ മധുരത്തൻ പുഞ്ചോല മദീനത്തുൽ മധുരത്തൻ പുഞ്ചോല
നബിയേ 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 മുസ്തഫ നബിയേ നബിയേ അസ്സലാമു അലൈക്കും. മാനവികതയുടെയുമായി സന്ദേശമോദി മർത്തികുലത്തിന് മാർഗദർശനം പകർന്ന മാതൃക മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം വീണ്ടും ആഹ്ലാദമായിരിക്കുകയാണ്. ഈ സുദിനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് രണ്ട് വാക്ക് പറയാൻ ആഗ്രഹിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏതെങ്കിലും ജനവിഭാഗത്തിന്റെയോ ദേശത്തിന്റെയോ പ്രവാചകനല്ല, മറിച്ച് ലോക ജനതയ്ക്ക് മാർഗദർശനം പകർന്നു തരാൻ അയക്കപ്പെട്ട പ്രവാചകനാണ്. നബിയെ ലോകത്തിന് അനുഗ്രഹമായിട്ടല്ലാതെ അങ്ങേ ഞാൻ അയച്ചിട്ടില്ല എന്ന ഖുർആൻ വാക്ക് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ബഹുദൈവ വിശ്വാസത്തിൽ നിന്ന് ഏകദൈവ വിശ്വാസത്തിലേക്കും അജ്ഞതയിൽ നിന്ന് വിജ്ഞാനത്തിലേക്കും അന്ധവിശ്വാസത്തിൽ നിന്ന് സത്യവിശ്വാസത്തിലേക്കും നബി ലോകത്തെ നയിച്ചു. വെളുവെളുത്ത സൽമാൻ കറുവറുത്ത ബിലാൽ ഒരു തളികയിൽ ഭക്ഷണം കഴിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ഇതുപോലെ എത്ര കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന് നൽകി. നാം നബിയുടെ മേൽ സലാത്ത് ചൊല്ലണം. നബിയുടെ ജീവിതം പിൻപറ്റി ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. മുഹമ്മദ് ഓർത്തോ കരഞ്ഞോ ഞാനും തേടി മുത്ത് റസൂലിനെ കാണാൻ പൂതി കുഞ്ഞേളം കൽബാലൻ മോഹമേറി മുത്തി വളർത്തിടാൻ കതിരും കൂടി. ഓർത്തോ കരഞ്ഞോ ഞാനും തേടി മുത്ത് റസൂൽ
മുഹമ്മദ് ഹംദ മുഹമ്മദ് ഹനാൻ Assalamualaikum.